ഹലോ, ഞാനിന്ന് കുറച്ച് നല്ല ഹെയർ കെയർ പ്രൊഡക്ട്സ് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. യുകെയിലൊക്കെയുള്ള താമസിക്കുന്ന ആൾക്കാരുടെ ഒരു മെയിനായിട്ട് പറയുന്ന കംപ്ലയിൻ്റ് ആണ് ഭയങ്കര ഹെയർ ഫോൾ ആണെന്നുള്ളത്. അപ്പോൾ ഇവൻ എനിക്കും വന്ന സമയത്തൊക്കെ ഹെയർ ഫോളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഹെയറിന് ഒരു സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യണം ഹെയർ ഫോളൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിംഗ് ആണ്. എല്ലാവരും എന്തെങ്കിലും ഒരു ഓയിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ്, എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. അപ്പാർട്ട് ഫ്രം ഓയിലിംഗ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റോസ്മേരി ഓയിലാണ്. ഈ ഓയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഓയിലാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കോംബ് ചെയ്താൽ മതി. നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ. സ്പ്ലിറ്റ് എൻഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറമാണ്. ഇത് ജിഞ്ചർ സെറമാണ്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ റീബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി സെറമാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോമിലാണ് അതിലിരിക്കുന്നത് ഇതൊക്കെ. അപ്പം നമ്മുടെ എന്താ പറയുക, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, കോംബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർഗൻ ഓയിലാണ്. ഇത് നല്ലൊരു സൂപ്പർ സാധനമാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ സാധനമാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലാണ്. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് ഇതിന്. നമ്മുടെ ഹെയറിലൊരു നല്ലൊരു സ്മെല്ല് നിൽക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഹെയർ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റാണ് എൻ്റെ ഫേവറേറ്റ് വൺ. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ UK താമസിക്കുന്ന ആൾക്കാർക്കറിയാം, ഇവിടെ നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിയിലെല്ലാം ആ സ്മെല്ലെല്ലാം അങ്ങ് പിടിക്കും അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ സ്മെല്ല് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഹെയറിൽ. അപ്പോഴാണ് നമുക്കിത് യൂസ് ആകുന്നത്. ഇതെന്താ ഹെയർ മിസ്റ്റാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഈ എസ്പെഷ്യലി ഈ ഫ്രണ്ടിലെ ഹെയറിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കുക്ക് ചെയ്ത സ്മെല്ലൊക്കെ എല്ലാം പോകും കേട്ടോ. അപ്പം ഇതിന് നല്ലൊരു മണമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഇതൊരെണ്ണം മേടിച്ച് വെച്ചോട്ടെ, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.